യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇന്നൊരു അവധി കിട്ടിയപ്പോ പോലും ചേരു വിശ്രമമില്ലാതെ ഓടിയത് നിനക്ക് വേണ്ടിയാ. അത് മറന്നുകൊണ്ട് വെറുതെ സംസാരിക്കരുത് കേട്ടോ. എനിക്ക് വേണ്ടിയെന്ന് അധികം പറയണ്ട. എനിക്ക് വേണ്ടിയാണെങ്കിൽ അത് ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്യണം. ഇവന്റെ ഒരു കാര്യം. അതോട് മോള് പോയിട്ടെന്തായി? ചിലരുടെയൊക്കെ മനസ്സ് പോലെ തന്നെ പോയ ഒരു കാര്യം നടന്നില്ല അച്ഛാ. പഞ്ചരത്നത്തിൽ ഞാൻ ചെല്ലുമ്പോ അവിടെ സരോജിനി ആന്റി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പുറത്തു പോയിരിക്കായിരുന്നു. ആന്റിയുമായി സംസാരിക്കുന്നതിന്റെ ഇടയിൽ അച്ഛൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലായി. അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്തെങ്കിലും അച്ഛനോട് പണം ചോദിക്കാൻ തോന്നിയില്ല. അതെന്തായാലും നന്നായി ചേരൂ. നീ ചോദിച്ചിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ അത് മാഷിന് വലിയ സങ്കടാവും. വെറുതെ എന്തിനാ അദ്ദേഹത്തെ കൂടി വിഷമിപ്പിക്കുന്നത്? വലിയ വീമ്പൊക്കെ പറഞ്ഞു പോയതായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? പെണ്ണിന് ആണിനെ പോലെ അഭിനയിക്കാനേ പറ്റൂ, ഒരിക്കലും ആണാവാൻ പറ്റില്ല. മനുഷ്യനൊരു അല്പ സമാധാനം തരൂ നിങ്ങള്. നീ എന്താടി എന്നോട് ആജ്ഞാപിക്കുകയാണോ? വെറുതെ വായിട്ട് അലക്കാന്നല്ലാതെ നീയൊന്നും വിചാരിച്ച ഒന്നും നടക്കാൻ പോകുന്നില്ലടി. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇനിയും സമയമുണ്ട്. നമുക്ക് നോക്കാം. ആണായാലും പെണ്ണായാലും ആദ്യം മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയണം. അല്ലാതെ നീ എന്തിനാ മോളെ വെറുതെ അവനോട് സംസാരിക്കാൻ പോകുന്നത്? ഈ നന്ദിയില്ലാത്തതിനു വേണ്ടി നീ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ പോകണമെന്നാ എനിക്ക് പറയാനുള്ളത്. ആ ഷോപ്പ് ഓണറോട് പണം ശരിയാക്കെന്ന് പറഞ്ഞില്ല അച്ഛാ. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ലെന്ന് എന്റെ ഭർത്താവ് തന്നെ പറയുന്നു. അപ്പൊ പുറത്തുള്ളവരെന്തു പറയും? അതിന് നീ ആരോട് കടം വാങ്ങിയ പൈസ ഒന്നുമല്ലല്ലോ, ഇവനുണ്ടാക്കിയ ബാധ്യതയല്ലേ. നിനക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവൻ തന്നെ ആയിരിക്കും അയാളുടെ മുമ്പിൽ നാണം കിടുന്നത്. ജനാർദ്ദനം വന്ന് സംസാരിച്ചപ്പോഴേ ഞാൻ അയാളോട് പറഞ്ഞല്ലേ, അയാളുടെ ഷോപ്പ് അയാളോട് തന്നെ തിരിച്ചെടുത്തോളാൻ.